ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു. ഇപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാം ഒരു കാര്യം പറയാൻ പറഞ്ഞു. എല്ലാവരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ 5 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മൈൽ സ്റ്റോൺ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് 10 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മൈൽ സ്റ്റോണാണ്. എല്ലാവരും ഇപ്പം തന്നെ ആക്കുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും അടിച്ച് കയറി വരട്ടെ. എന്തിനങ്ങനെ പേടിക്കുന്നത്? പിന്നെ എന്താ പറയാമെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ എന്താ പറയാൻ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആംസ്റ്റർ കോമ്പാറ്റിനെ പറ്റിയാണ് പറയുന്നത്. അത് പലർക്കും അറിയില്ല, അതൊരു ഗെയിമാണ്. ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുക്കുക. അതിങ്ങനെ നെക്കി പൈസ ഉണ്ടാക്കുന്ന ഗെയിമാണ്. പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ ആർക്കും, പക്ഷേ ജൂലൈയിൽ കിട്ടുമെന്നാണ് പറഞ്ഞ്. അത് ഫേക്കാണോ അതോ റിയൽ ആണോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫേക്കാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയും. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഇവിടെ കൊടുക്കുക. അതിൽ കാണാൻ കഴിയും ഓനിപ്പോൾ ഒരു ഹവറിൽ കിട്ടുന്നത് എത്രയാണെന്നുള്ളത് കാണാൻ കഴിയും. ഇതിൽ എത്രയുണ്ട്. അവർക്കിപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ ഏകദേശം 26 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ. ഇന്നെന്ന് പറഞ്ഞാൽ എത്രാം തീയതി അന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഇന്നാണ് ഞാൻ വീഡിയോ ഇടുക. അപ്പോൾ എന്തായാലും അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും പൈസ കൊടുക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക്. പിന്നെ അതുമല്ല, പിന്നെ യൂട്യൂബിലാണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്. അതിൽ നിന്നാണ് ജോയിൻ ചെയ്യാൻ കഴിയുക ആ ഗെയിമിലേക്ക്. ഗെയിമൊന്നും പറയാൻ പറ്റില്ല, ഗെയിം തന്നെയാണ്. ഞെക്കി ഇങ്ങനെ കളിക്കുന്നത്, ഞെക്കി ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും പൈസ. പിന്നെ അതിൽ കുറേ ഓരോ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അത് കളിച്ചില്ല ഇതുവരെ. ഓരോന്നുണ്ട്, ബൂസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുക. പിന്നെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തിട്ട് പിന്നെ അവരെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിന് 5 മില്യൺ എത്രയുണ്ട് പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അവർക്കൊരു ടെലിഗ്രാം ചാനലുള്ള അതിൽ ഏകദേശം 33 മില്യണോ 34 മില്യൺ 40 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ, അല്ല ഞാൻ നോക്കിയപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫേക്ക് കാണിക്കാൻ കഴിയുന്നറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ ഒന്നെങ്കിൽ ഫേക്കോ അല്ലെങ്കിൽ കുറച്ച് പേയ്മെൻറ്റ് പ്രൊസീജിയർ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ, ഓരോ അക്കൗണ്ട് കൊടുക്കണമല്ലോ അങ്ങനെ. അപ്പോൾ കുട്ടികൾക്കൊന്നും കിട്ടില്ല. അങ്ങനത്തെ രീതിയിലാക്കാനാണ് ചാൻസ് ഉള്ളത് മാക്സിമം. അല്ലാതെ പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ എല്ലാവരും കൂടി അറിയും അവിടെ. അത് വേറൊരു കാര്യം. പണ്ട് ട്രെൻഡിങ്ങിലായി വന്നിട്ടുള്ളൂ. ആകെ 3 ആഴ്ച ഇട്ടുള്ളൂ തുടങ്ങിയിട്ടേറ്റവും. അപ്പോഴത്തിന് 26 മില്യൺ കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല രീതിയായിട്ട് പോകുന്നുണ്ട്. ജൂലൈയിലാണ് ക്യാഷ് വരിക എന്ന് പറഞ്ഞ്. അധികം കിട്ടാനൊന്നും ചാൻസ് ഇല്ല, പെട്ടെന്ന് ക്യാഷിൻ്റെ കയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു അധികം കിട്ടാനൊന്നും ചാൻസ് ഇല്ല. 1 മില്യൺ ഏകദേശം ഒരു എനിക്കറിഞ്ഞൂടെ, എന്നാലും ഞാൻ ഒരു ഊഹം പറയുകയാണെങ്കിൽ ഒരു 100 റുപ്പീസൊക്കെ കിട്ടാനേ ചാൻസ് ഉള്ളൂ. 1 മില്യണൊക്കെ കുറേ ആൾക്കാർക്ക് തന്നെ ഉണ്ടാവും. ഒരു 33 മില്യൺ ഉണ്ട്. അതിൽ തന്നെ 5 മില്യൺ ആൾക്കാരെ അത്യാവശ്യം നല്ല പോലെ കളിക്കുന്നുണ്ടാവുള്ളൂ. 5 മില്യൺ ആൾക്കാർക്കെങ്കിലും നല്ല രീതിയിലുള്ള ക്യാഷ് ഉണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല പൈസയും കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ നിന്നും ടെലിഗ്രാമിൽ നിന്ന് കിട്ടുന്നുണ്ട് അറിയില്ല, അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാവരും അടിച്ച് കയറി വരട്ടെ. ആ ഗെയിമിൻ്റെ വീഡിയോ എന്താ കൊടുക്കാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കളിക്കല്ലേ, അതിനോണ്ടാണ് വീഡിയോ എടുക്കാത്തത്. ഇവിടെ ഫോട്ടോസൊക്കെ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ടാവും. അതിനൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നെക്കിയിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ 100% ഫേക്ക് ആണെന്ന് അടിച്ച് പറയാൻ കഴിയില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 26 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഫേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേക്ക് കാണിക്കാൻ ചാൻസ് ഇല്ല. പേയ്മെൻറ്റ് പ്രൊസീജിയർ, പൈസ കിട്ടാനുള്ള പ്രൊസീജിയർ കുറച്ചും കൂടി ടഫ് ആക്കാൻ ചാൻസ് ഉണ്ട്. അത് അപ്പോൾ കുട്ടികൾക്കും അങ്ങനെ കിട്ടില്ല. കുട്ടികൾ തന്നെ ഉണ്ടാവും ഒരു 10 മില്യണൊക്കെ. കുറേ കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊക്കെ ഇപ്പോൾ അറിയുന്നത് തന്നെ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അറിഞ്ഞ് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് അവർക്ക്. അങ്ങനെ ചാൻസ് ഉണ്ട്. പേയ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൂടാൻ ചാൻസ് ഉണ്ട്. വേറെന്താ പറയുക, അങ്ങനെ തന്നെ. പിന്നെ പത്താ എല്ലാവരും അടിച്ച് കയറട്ടെ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ 100% ഫേക്കാണെന്ന് പറയില്ല. ഞാൻ തമ്പനയിൽ അങ്ങനെ കൊടുത്താണ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലായി 100% ഫേക്കൊന്നും ആയിരിക്കില്ല. ആവാൻ ചാൻസ് ഉണ്ട്. ഒരു 50% ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത്ര ആൾക്കാർക്ക് പൈസ കൊടുക്കണം. അതായത് തന്നെ കുറച്ച് പൈസ ആയാലും കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് പേയ്മെൻറ്റ് പ്രൊസീജിയർ ടഫാക്കുന്നത് തന്നെയാണ്. ഇതിന് തന്നെ ഒരു 15 മില്യൺ 20 മില്യൺ ആൾക്കാർക്ക് കിട്ടില്ല. ഗൂഗിൾ അക്കൗണ്ടൊക്കെ പേടിച്ചിട്ട് കൊടുക്കാതെ അക്കൗണ്ട്സൊക്കെ അങ്ങനെ കിട്ടില്ല കുറേ ആൾക്കാർക്ക്. അതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നോട്ട് എ മലയാളി, ആൻഡ്രൂ മദ്രാസി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വേറെന്താ പറയാൻ, അതൊക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെയ്യുക സബ്സ്ക്രൈബൊക്കെ. ചെയ്തില്ലെങ്കിൽ ചെയ്തവർക്ക് നല്ലത് വരും. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല.